അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ആക്കിയ ഹദീസ് അയൽ ചൊല്ലു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചൊല്ലുന്നു ನಾನು ഒരു നാള് കിടന്നിട്ടിരുന്നപ്പ ഒരു കിനാവ് നാണ് കണ്ട ആ കിനാവ് കാണാൻ ചെന്നിട്ടുണ്ടെങ്കിൽ നബി തങ്ങൾ ചൊല്ലേ അമ്പിയാക്കന്മാരെ കിനാവ് അത് വഹീ ചെന്നിട്ട് ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി ചൊല്ലു അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൊല്ലേ ഞാൻ ആ കിനാവ് കണ്ട് എങ്ങനെ കിനാവ് ചെന്നിട്ടുണ്ടെങ്കിൽ റഅയ്തുനി അല ഖലീബിൻ അലൈഹാ ദൽ ഒരു കെന്തവിടെ നാണുള്ളത് ആ കെന്തവിടെ ഒരു തോൽപാത്രമുണ്ട് തണ്ണി വലിക്കുന്ന വേണ്ടിയിട്ട് ഒരു തോൽപാത്രം ഉണ്ട് നബി തങ്ങൾ ചൊല്ലു ഫനസഅതു മിൻഹാ മാഷാ അല്ലാഹ് തിരത്തര നാണെന്താക്കിയ ആ തോൽപാത്രത്തില് അല്ലെങ്കിൽ ആ ഒരു ബക്കറ്റില് എത്ര തീരുന്നൊക്കെ വലിക്കൊണു തണ്ണി അത്ര നാണ് തണ്ണി ഗോരിയ അങ്ങനെ കുറെ വലിച്ചിട്ട് തീരുമ്പോ വലിച്ചുകൊണ്ടിരിക്കുമ്പോ കേട്ടിട്ട് സുമ്മ അഖദഹ ഇബ്നു അബി ഖുഹാഫ റളിയല്ലാഹു അൻഹു മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അവിടെ വന്നു അതിൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എടുത്തിട്ടാകുമ്പോത്തുക അത് ഫനസാബിഹ ദനൂബൻ ഔ ദനൂബൈൻ അപ്പ ആ ഇടത്തില് ആ ബക്കറ്റ് തെല്ല് വെളിയേറ്റ് എന്നിട്ട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എന്തായിട്ട് ജണ്ടുപട്ട ഉറപ്പട്ടമ അല്ലെങ്കിൽ ജണ്ടുപട്ടമ വലിച്ചത് ജണ്ടുപട്ടമ വലിച്ചത് അയാൾക്ക് ആ തന്നി വലിക്കുക ആയില്ല വലിക്കുമ്പത്തുക അയാൾക്ക് ഒരു ചെറിയൊരു അസ്വസ്ഥത അതിൽ കണ്ടെത്തി വല്ലാഹു യഗ്ഫിർ ലഹു അല്ലാഹു എന്നിട്ട് നബി തങ്ങൾ ചൊല്ലുന്നു അല്ലാഹു തആല അയാളെ ആ അസാധ്യത്തെ അല്ലാഹു മാപ്പാക്കി കൊടുക്കട്ടെ ചെന്നിട്ടും നബി തങ്ങൾ അവിടെ ദ്വാരന്നെത്തി ഇൻഷാ അല്ലാഹ് അതിലെ വ്യാഖ്യാനം വെച്ചാൽ എന്തിനല്ല അവിടെ നബി തങ്ങൾ ദ്വാരന്ന് കൊടുത്തു അങ്ങനെ തുമ്മസ്തഹാലത്ത് ഗർബൻ പിന്നെ ആ ഇടം തയ്ത്ത് ചെന്നിട്ടുണ്ടെങ്കിൽ ആ ബക്കറ്റ് എന്തിനേത്ത് ചെന്നിട്ടുണ്ടെങ്കിൽ വലിയൊരു ബക്കറ്റ് ആയിത്തത് നബി തങ്ങൾ ചൊല്ലു ഇതെല്ലാം ഞാൻ കിനാവിൽ കണ്ടേ പിന്നെ അത് ഇമാം ബുഖാരിലുള്ളതാണ് സ്വഹീഹ് ബുഖാരി റിപ്പോർട്ട് ഹദീസും കൂടിയായിട്ട് പിന്നെ ആ ബക്കറ്റ് വലിയ ബക്കറ്റ് ആയിട്ട് അങ്ങനെ അവിടെ എന്തായിട്ട് ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു ആ കിണറ്റ് അവിടെ നീണ്ടിട്ട് അങ്ങനെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഗോരിണ്ടിന്നെ അത് എടുത്തിട്ടാകുമ്പോഴേക്ക് ഇത് വലിയ ബക്കറ്റ് പോലെ അവിടെ അങ്ങനെ ഇബ്നുൽ ഖത്താബ് ഫലം അറ അബ്ഖരിയൻ മിനൻ നാസി യൻസിഉ നസ്അ ഉമർ നബി തങ്ങൾ ചൊല്ലുടെ സുബ്ഹാനല്ലാഹ് ഫലം അറ അബ്ഖരിയൻ അത്രയും നല്ല ഒരു ശക്തിവന്തർ ഞാൻ കണ്ടിട്ടില്ല ചെന്നിട്ടേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൊല്ലുടെ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു എന്താക്കിട്ട് ചുമ്മ വലിച്ചിട്ട് അതും എങ്ങനെ വലിയ ബക്കറ്റ് ആയിട്ടിരിക്കുന്നത് ഉമർ ഖത്താബിന്റെ കൈക്ക് എത്തുമ്പോഴത്തേക്കും അത് വലിയൊരു ബക്കറ്റ് ആയിട്ടത് അങ്ങനെ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു നല്ല ശക്തിയോട് കൂടി അതിനെ വലിച്ചോണ്ടുണ്ട് അങ്ങനെ വലിച്ച് തണ്ണി ആര് കൊടുത്തു തോന്നുന്നില്ല ഹത്താ വറബൻ നാസ് ബിഅത്വൻ അവിടെ വണ്ട മേയിച്ചോണ്ടിരുന്നാല് ആ വണ്ട മേയിച്ചോണ്ടല്ലേ ആ വണ്ടകളെല്ലാം ഉമർ ഖത്താബ് തണ്ണിയോട് പാടിത്ത് എന്നിട്ട് മാത്രല്ല തത്കാലമായിട്ടും ഒരു സെറ്റ് കെട്ടിത്തിന്നാറ് അവിടെയും തണ്ണി ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു വലിച്ചതിലെ തണ്ണിക്കൊ പോയിട്ട് ബിപിആർ ചെന്നിട്ടായിട്ട് ഈ ഹദീസിൽ കണ്ട് ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു സ്വഹീഹ് ബുഖാരി 3664 ഹദീസ് നമ്പറിൽ ഈ ഹദീസ് കൂടി പാട്ട് എന്തിനെ ചെന്നിട്ടുണ്ടെങ്കിൽ ഇതിരെ വിഷയം എന്തിനെ ചെന്നിട്ടുണ്ടെങ്കിൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അവിടെ എന്താക്കിട്ട് ജണ്ട പട്ട ഇങ്ങനെ വലിക്കുമ്പോഴത്തേക്കും അയാൾക്ക് തീരില്ല വലിക്കുന്നത് ഇതിലെ വ്യാഖ്യാനം എന്തിനെ ചെന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലേ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആഡ്ലിത്ത ചെറിയ ആഡ്ലിത്തായിട്ട് എത്ര വർഷം ആഡ്ലിത്താക്കിരെ 2 വർഷവും 10 തിങ്കളും 10 തിങ്കളാ 3 തിങ്കളും 10 നാളും 2 വർഷവും 3 തിങ്കളും 14 ആയിട്ട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആഡ്ലിത്താക്കിയത് അപ്പ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ടിച്ചൊന്നുമില്ലേ ജണ്ട് ബട്ട കോരിയായിട്ട് ജണ്ട് ബട്ട ഇങ്ങനെ കോരിയായിട്ട് അപ്പൊ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആഡ്ലിത്ത
ചെറിയൊരു കാല ചൊല്ലിക്കുള്ള ഒരു സൂചന ചൊല്ലിക്കര് അതിനെ വ്യാഖ്യാനപ്പെട്ട് പാട്ടില്. എന്നിട്ട് മാത്രല്ല അവിടെ ചൊന്നല്ലേ വല്ലാഹു യഗ്ഫിറു ലഹു അല്ലാഹു തആല ആ ഒരു അസാധ്യത്തെ അബൂബക്കർ വിളിക്കുമ്പോൾ ഒരു അസാധ്യത്തെ ഇല്ലേ, അസാധ്യത്തിന് അല്ലാഹു തആല മാപ്പാക്കി കൊടുക്കട്ടെ ചൊന്നല്ലേ. അപ്പൊ ആ മാപ്പാക്കി കൊടുക്കട്ടെ ചൊന്നിട്ട് ഇങ്ങനെ നബിതങ്ങൾ ദ്വാരക്കുമ്പത്തുകോ അത് അർത്ഥം ചൊന്നിട്ട് ഇമാമിങ്ങ വ്യാഖ്യാനക്കാർ അത് സാധാരണ അറബിങ്ങ ചൊല്ലിട്ട് ഒരു പളക്കായിട്ടിക്കരുത്. ഇഫൽ കഥ യഗ്ഫിറുല്ലാഹു ലക് ഇന്നിന്നി സ്വറാക്കിനെ അള്ളാഹു നിനക്ക് മാപ്പാക്കിട്ടുണ്ട്. അത് ദോഷാക്കിയ കാരണത്തിൽ മാപ്പാക്കിട്ട് ചെന്നിട്ടല്ല നബി തങ്ങൾ ദ്വാർന്നര്. അത് അറബികളിടയിലുള്ള ഒരു ഒരു പദപ്രയോഗ ചൊന്നിട്ടായിട്ടിക്കരുത്. ഇമാം നവവി റളിയല്ലാഹു അൻഹു അതിലെ വ്യാഖ്യാനാക്കരുത്. അതേ സന്ദർഭത്തില അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആളിക്ക 2 വർഷ ചില്ലറായിട്ടിങ്ങുണ്ടായെങ്കിലും ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു ആളിക്ക ദീർഘമായ വർഷമായിട്ടിക്കരുത് 10 വർഷ ചില്ലറായിട്ടിക്കരുത് 10.5 വർഷ ചില്ലറായിട്ടിക്കരുത് ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു ആളിക്ക് നടത്തുന്നത്. അങ്ങനെ ഈ 10.5 വർഷം ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു ആളിക്ക് നടത്തിയിട്ടുണ്ടായെങ്കിലും ജിബ്രീൽ അലൈഹിസ്സലാം ചൊന്നില്ല ഹസനത്തും മിൻ ഹസനാത്തി അബീബക്കർ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ജീവനത്തെ ആക്കിയ സേവനയുടെ ഒരു സേവനം മാത്രമായിട്ട് ഉമർ ഖത്താബിന്റെ ജീവിതത്തില് അത് ആയിട്ട് ചൊന്നിട്ടു ജിബ്രീൽ അലൈഹിസ്സലാം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചൊന്നു കൊടുത്തു. അപ്പൊ എത്ര വർഷം ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു ആളിക്ക് നടത്തിയിട്ടുണ്ടായെങ്കിലും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എത്ര ചൊന്നിട്ടായിട്ടിക്കര് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പണ്ടേ പഠിപ്പായിട്ട്. അപ്പൊ ഈ ഹദീസിൽ ചൊല്ലുന്നില്ലെങ്കിൽ ഒരേ നാറ ഉമർ ഖത്താബ് വലിച്ചെതിരെ ഉമർ ഖത്താബ് തന്നി വലിച്ചെത്തി ചൊല്ലുന്നതിരെ വ്യാഖ്യാനത്തിൽ ചെന്നതെങ്കിലും ദീർഘമായ വർഷ ഉമർ ഖത്താബുടെ ആഡ്ലിത്ത ನಡೆಸು മാത്രമല്ല ഉമർ ഖത്താബുടെ ആഡ്ലിത്ത സന്ദർഭത്തില് ചൊമ്മരായങ്ങ ഉമർ ഖത്താബുടെ കയ്യിൽ സ്വാധീനത്തെ പണ്ട് ചൊല്ലിക്കൊള്ളെ ഒരു സൂചന ചെന്നിട്ടും മഹാനായ ഇമാം നവവി റളിയല്ലാഹു അൻഹു ഈ ഹദീസിനെ വ്യാഖ്യാനാക്കിയിട്ട് ശറഹ് മുസ്ലിമിൽ കൊടുക്കും. അതാണ്ട് വിഷയ അബൂബക്കർ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു ആ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹുവിലെ പവരത്തര ചൊല്ലതായിട്ടിക്കര് അവിടെ നിങ്ങൾ അർത്ഥാക്കുന്നില്ല. മാത്രമല്ലതാണ് കഴിഞ്ഞ ക്ലാസ്സില് ഈ കല്ല് കൂടി ഹറാമാവിടെ കുറിച്ചിട്ട് 4 ആയത്തായിട്ടിക്കര് പരിശുദ്ധ ഖുർആൻ ചൊല്ലിയത്. അങ്ങനെ ഇതിന്റെ വിഷയത്തിൽ ശക്തമായിട്ടും ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു ആയിട്ടിക്കര് കല്ല് ഹറാമാവിടെ വിഷയത്തിൽ ഇറങ്ങിയത്. ഇങ്ങനെ നോക്കൂ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കേട്ടില്ലേ നബിയെ കല്ലുടെ വിഷയം എന്തിനു ചൊല്ലോറോ അതിന്റെ വിഷയത്തിലുള്ള ഫത്വ ചൊല്ലാൻ പറ്റുകോ. അപ്പ ആയത്തിറങ്ങിയത് അതില് നീ എന്തിനു വെച്ചിട്ടുണ്ടെങ്കിൽ ഉപകാരമുണ്ടോ അക്ബർ മിൻ നഫ്ഇഹ അതിലെ ദോഷ ചൊല്ലത് അതിലെ തപ്പു ചൊല്ലത് അത് വലിയ തപ്പായിട്ടിക്കര് ഉപകാരമുണ്ട് ചൊല്ലാൻ പറ്റും. ചിലാൽമാർ അതിൽ ഉപകാരം എടുത്താറ് ഇസ്മുൻ കബീർ ഒമനാഫിഉ ലിന്നാസ് അതിൽ പിന്നെ ഉപകാരമുണ്ട് വലിയ തപ്പുകൊണ്ട് ചൊല്ലുമ്പോൾ ചിലാൽമാർ എന്താക്കിയാറ് അതിൽ ഉപകാരം എടുത്തുണ്ടാറ്. ആ സന്ദർഭത്തിൽ പോലും ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ പടച്ചറബ്ബേ ഞങ്ങൾക്കൊരു വ്യക്തമായിട്ടുള്ള ഒരു വിരോധ വന്നിട്ടുണ്ടെങ്കിൽ എത്ര നല്ല ചൊന്നിട്ടായിട്ടിക്കര് ആ സന്ദർഭത്തിൽ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു ഇങ്ങനെ ദ്വാർന്നോണ്ടിന്നെ ചൊന്നിട്ടായിട്ടിക്കര്. അങ്ങനെ എന്തായി തോന്നുന്നില്ല ഈ ആയത്ത് വന്നിട്ടാൻ പറ്റുള്ളൂ. മഹാനായ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു എന്താക്കി തോന്നുന്നുണ്ടാ കുറെ സ്വഹാബത്തിൽ ഔത്ത് വിളിച്ചിട്ട് ഒരു പാർട്ടിക്ക് അങ്ങനെ പാർട്ടി വിളിച്ചിട്ട് ആ പാട്ടില് മഹാനായ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു വലിയ സ്വഹാബിയായിട്ടിരിക്കുകയായിരുന്നു. അപ്പക്കല്ല ഹറാമായിട്ടില്ലല്ലേ. അങ്ങനെ ഈ പാർട്ടിയാക്കിയിട്ട് മാത്രല്ല അങ്ങനെ ആ പാട്ടില് അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു കല്ല് വിതരണാക്കിയിട്ട് കല്ല് കുടിച്ചാറ് എല്ലാരും മസ്തായാറ്. അങ്ങനെ മസ്തായിട്ടാകുമ്പോ ആ നിസ്കാരത്തെ ടൈം ಬಂತು ഏത് മഗ്‌രിബ് നിസ്കാരത്തെ ടൈം. അങ്ങനെ മഗ്‌രിബ് നിസ്കാരത്തെ ടൈമായിട്ട് പറയുമ്പോഴത്തേക്കോ നിസ്കാരത്തേക്ക് ബാങ്കും ഒരാൾ കൊടുത്തു കാമത്ത് കൊടുത്തു ഒരാൾ അവിടെ ഇമാമും നിന്നെടുത്തു. അങ്ങനെ ഇമാം നിന്നെടുത്ത് ഫാത്തിഹ ഓതിട്ട് മസ്തലായിട്ട് കയറല്ലേ. അങ്ങനെ ഫാത്തിഹ ഓതിട്ട് നെക്സ്റ്റ് ഓതിരെ ഒന്നാമത്തെ റക്അത്തിൽ കുലിയായിൽ കാഫിറൂനായിട്ട് കയറി. അങ്ങനെ കുലിയായിൽ കാഫിറൂൻ ഈ ഇമാം ഓതുമ്പോൾ ഞാൻ ഓതിക്കുന്നുണ്ടാ കുലിയാ അയ്യുൽ കാഫിറൂൻ ആബുദു മാ തഅബുദൂൻ പടന്തിര പുട്ട് ലാ പുട്ട്. അങ്ങനെ ഇതിലുള്ള ഏതല്ല ലാ ഉണ്ട് ലാ എല്ലാം പുട്ടത്തായാലും അർത്ഥം എന്തിനാ തോന്നുന്നുണ്ടാ ലാ അബുദു മാ തഅബുദൂൻ നിങ്ങ ആരാധനാക്കളുടെ വിഗ്രഹത്തെ നാൻ ആരാധനാക്കളിലുള്ള അർത്ഥമുണ്ട്. അവിടെ ഇങ്ങനെ എന്തിനാ ഓതിയെ ആബുദു മാ തഅബുദൂൻ നിങ്ങ ആരാധനാക്കളുടെ വിഗ്രഹത്തെ നാൻ ആരാധനാക്കളുടെ ഇത് കുടിച്ചിട്ട് കല്ലു മസ്തായമ്പോ എന്തിനായിട്ട് ഒത്താവില്ലല്ലോ ഓതിരുന്നു. അവ നീ ആരാധനാക്കളുടെ വിഗ്രഹത്തിന് നാനും ആരാധനാക്കളെ ചൊല്ലെ ഇങ്ങനെ ആയത്തെ എല്ലാം ലാ കട്ടിട്ട്
ഇങ്ങനെ ഓതിയാറ് ഓതിട്ടാകുമ്പോത്തുക ആ സൂറത്തിന്റെ ലാസ്റ്റോളം അങ്ങനെ ഓതിയാറ്. അപ്പ ഖുർആന്റെ ആയത്ത് വന്ന് എന്തിനെ ചൊല്ലുന്നെങ്കിൽ യാ അയ്യുഹല്ലദീന ആമനു ലാ തഖറബുസ് സ്വലാത്ത വഅൻതും സുകാറ ഹത്താ തഅലമു മാ തഖൂലൂൻ. സൂറത്തുൽ നിസായുടെ ആയത്ത് നമ്പർ 43-ാമത്തെ ആയത്ത് വന്ന് എന്തിനെ ചൊല്ലുന്നെങ്കിൽ എന്നാരും നിസ്കാരത്തെ ടൈമിൽ ആരും കുടിച്ചിട്ട് പറഞ്ഞു കുത്തിയറ. എത്രാമത്തെ ആയത്ത് ഇതിപ്പ? 3-ാമത്തെ ആയത്ത്. അല്ലാഹു തആല ഒരിക്കലും അതിനെ നിഷേധാക്കില്ല. 3-ാമത്തെ ആയത്ത് വന്ന് ആരും നിസ്കാരത്തെ ടൈമിൽ കുടിച്ചിട്ട് പറഞ്ഞു കുത്തിയറ. നിസ്കാരത്തെ ടൈം നല്ല ഉന്മേഷത്തോടു കൂടെ വരണം. അവൻ എന്തിനു ഓതുക അതവന് ഗൊന്താവണം. ആ ടൈപ്പിൽ അവൻ ഇക്കോണം മസ്തായിട്ട് കൊതിരാജ് ഇങ്ങനത്തെ ആയത്ത് വന്നിട്ടാമത്തുക ഇതും സ്വഹാബത്ത് ഉമർ ഖത്താബിട്ട് ഓദിക്കപ്പെട്ടാമത്തുക ഉമർ ഖത്താബ് ഇതും ഒരു റാഹത്തായില്ല. ആ ടൈമിൽ ഉമർ ഖത്താബ് ചൊല്ലേ പടച്ച റബ്ബേ ഞങ്ങൾക്ക് ഇതിക്ക് വ്യക്തമായിട്ടുള്ള വിരോധ നീന് ഞങ്ങൾ പഠിപ്പാട്ടി തരണോ ചൊന്നിട്ടുള്ളേ. ആ ടൈമിൽ ഉമർ ഖത്താബിലാണ് ചൊല്ലതേ മയ്യായില്ലെതിരെ വിരോധ മയ്യായില്ല ഒന്നും കൂടെ സ്ട്രോങ് ആക്കണം ചൊല്ലതായിട്ട് ഉമർ ഖത്താബ് ആ ടൈമിലും തോർന്നോണ്ടിരുന്നത്. അങ്ങനെ എന്തായിരുന്നില്ല ചില ആൾമാര് നിസ്കാരത്തെ ടൈം ആകുമ്പത്ത് കുടിക്കരുത് വിട്ടാറ്. അങ്ങനെ നിസ്കാരത്തെ ടൈം ആകുമ്പത്ത് കുടിക്കൊത്തിയായി പിന്നെ നിസ്കാരത്തിന് മസ്തായിട്ട് വെറുതെ ചില സ്വഹാബിങ് എന്താക്കിയാൽ അതിനെ വിട്ടാറ്. ചില സ്വഹാബിങ് എന്താക്കിയാറുണ്ടാ നിസ്കാരത്തും ഞങ്ങൾക്കും നിസ്കാരത്തിന് പ്രോബ്ലം ആക്കണുണ്ടെങ്കിൽ അങ്ങനത്തെ ഞങ്ങൾ വീണ കല്ല് വേണ്ട ചെന്നിട്ട് ദൂരാക്കിയാറ്. ചില സ്വഹാബിങ് എന്താക്കിയാറ് നിസ്കാരത്തെ ടൈമിൽ കുടിച്ചില്ല, നിസ്കാരം അല്ലാത്ത ടൈമിൽ കുടിച്ചാറ്. ഇശാ നിസ്കാരം കഴിഞ്ഞിട്ട് കുടിച്ചാറ്. ഇശാ നിസ്കാരം കഴിഞ്ഞിട്ടാകുമ്പത്തുക സുബിയാമത്ത് എന്താ മസ്ത് ബിരല്ലേ അപ്പൊ അങ്ങനെ കുടിച്ചാറ്. ചില ആൾമാർ നിസ്കാരത്തെ ടൈം മുട്ടുട്ടിങ്ങനെ എന്താക്കിയാറ് മസ്താവത്തോ ഈ ടൈമിൽ കുടിച്ചാറ്. അങ്ങനെ ഒരാള് ഇശാ നിസ്കാരം കഴിഞ്ഞിട്ട് കുടിച്ചിട്ട് ചില ആൾമാർ സുബഹി നിസ്കാരം കഴിഞ്ഞിട്ട് കുടിച്ചാറ്. ആണ് ഉച്ചാമത്തെ ബിരല്ലേ തൊണ്ട് ഈ ടൈപ്പിലായിട്ട് അങ്ങനെ എന്തായിട്ട് തോന്നുന്നുണ്ടാ ഇത്ബാനബിന് മാലിക് ചൊല്ലാല് ഒരു പാട്ടിയാക്കിട്ട് എല്ലാരെയും ദാവത്തെ വിളിച്ചിട്ടാമത്തുക അതില് ഈ സാദ് ബിൻ അബി വഖാസ് ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ഒരു സ്വഹാബി കൂടിയായിട്ട് സാദ് ബിൻ അബി വഖാസിലെ സ്വഹാബി ഇയലും ആ പാട്ടിലുണ്ട്. അങ്ങനെ ആ പാട്ടിൽ നല്ല വണ്ടഡ് ഫ്രൈ ആക്കിയതെല്ലാം ആ പാട്ടിലുണ്ട്. എല്ലാം തിണ്ടാറ് കുടിച്ചാറ് കള്ളും മീൻതവിടെ കള്ളും കുടിച്ചാറ്. ഇതപ്പോ ഈ ജാവുകായിട്ടിക്കരുത്. അങ്ങനെ അത്തമിനും തുമ്മയിനും ഇഫ്തഖറു ഇന്ദാലിക്ക് അങ്ങനെ ചിലാൽമാർ എന്താക്കിയാറുണ്ടാവും. അതിൽ കുടിച്ച മസ്തില് സാദറിലുള്ള ഒരു പാട്ടും പാടിത്തവിടെ. ആ പാട്ടിൽ എന്തിനു കൊണ്ടുണ്ടാ മദീനത്തെ ആൾമാരെ ആക്ഷേപിച്ചിട്ടും ഈ സാധു നബി വഖാസിനെ അങ്ങനെ ഫാമിലിയിലെ വലിയ ബഹുമാനിച്ച ഒരു പാട്ടായിട്ട് ഇഗ്രൽ പാടിയത്. മദീനത്തെ ആൾമാരെ ഇൻസൾട്ടാക്കി പിന്നെ ഇയല്ലേ ഫാമിലീസിൽ എന്താക്കി നല്ല മധുഹാക്കിട്ട് ഇങ്ങനെ പാടിട്ടാകുമ്പത്തുക ഇങ്ങനെ എന്തെല്ലാം ദൂരിട്ട് ഇങ്ങനെ പാടുന്നത് ഇങ്ങനെ കേട്ടിട്ടാകുമ്പത്തുക അൻസാറിൽപ്പെട്ട ഒരാൾ എന്താക്കി തോന്നുന്നുണ്ടാ വണ്ടയുടെ മുന്നൂറ്റി അത് വലിയ മുള്ളായിട്ട് അതിലെടുത്തിട്ട് സാധു നബി വഖാസ് തലക്കറുടെ അടിച്ചിട്ട് ഇതെല്ലാം മസ്തലായിട്ട് നടക്കരുത്. ഇങ്ങനെ പാടിട്ടാകുമ്പത്തുക ഇനെല്ലാം ആയിട്ടാകുമ്പത്തുക ഈ അൻസാരിൽപ്പെട്ട മദീന നിവാസിയായ ഒരാള് വണ്ടയുടെ വലിയ മുള്ളെടുത്ത് തലക്കടിച്ചിട്ടാകുമ്പത്തുക സുബ്ഹാനല്ലാഹ് ഇതായിട്ട് എവിടെ ബന്ധുന്നില്ല. പത്തലക്ക സാധു നബി വഖാസ് ഇലാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബിതങ്ങളെ മുട്ട ബന്ധു നബിയെ ഇങ്ങനെയുള്ള ലൈത്ത് നബിയെ ഞാനിങ്ങനെ അൻസാരിയായ ആൾമാർ ഞാൻ മസ്തിൽ എന്താക്കിയ പാടിയിട്ട് എന്തെല്ലാം ദൂരിട്ട് പാടിയ അപ്പൊ അവനും എന്താക്കിയ വണ്ടയുടെ മുള്ളെടുത്ത് തലക്കടിച്ചാ ചെന്നിട്ട് ഇങ്ങനെ ചൊല്ലാൻ പറ്റുക. ആ ടൈമിലും ഉമർ ഖത്താബ് ചൊല്ലുന്നു അല്ലാഹുമ്മ ബയ്യിൻ ലനാ റഅയക ഫിൽ ഖംറി ബയാനൻ ഷാഫിയ. പടച്ച റബ്ബേ നല്ലൊരു അഭിപ്രായം നീ കല്ലയുടെ വിഷയത്തിൽ കൊമ്പാ റബ്ബേ ഉടെന്തെല്ലാം ആയിട്ടുണ്ട് റബ്ബേ ചെന്നിട്ടും ആ ടൈമിലും ഉമർ ഖത്താബ് റളിയല്ലാഹു ഇതിന്റെ വിഷയത്തിൽ ഇനിയും ആയത്ത് പറഞ്ഞു ചെന്നിട്ടായിട്ട് ഉമർ ഖത്താബ് ആശിച്ചു വന്നിരുന്നേ. അപ്പായിട്ടിക്കര് പരിശുദ്ധ ഖുർആന്റെ സൂറത്തുൽ മാഇദത്തെ 91-ാമത്തെ ആയത്തുണ്ട്. എന്തിനെ ചൊല്ലുന്നുണ്ടെങ്കിലും ഇന്നമാ യുരീദു ശൈത്വാനു അൻ യുഖിയ ബൈനകുമുൽ അദാവത വൽ ബഗ്ളാ ഫിൽ ഖംറി വൽ മൈസിർ വയസുദ്ദകും അൻ ദിക്രില്ലാഹി വഅനിസ് സ്വലാ ഫഹൽ അൻതും മുൻതഹൂൻ. ഈ ആയത്തിന്റെ ലാസ്റ്റ് അല്ലാഹു ചൊല്ല് കല്ലും അതേപോലെ ജൂജാടത്തെയും അതിലെ വിഷയമെല്ലാം ചൊന്നിട്ടു ഫഹൽ അൻതും മുൻതഹൂൻ നിങ്ങൾ നിപ്പാട്ടാറായില്ല ചൊല്ല് അർത്ഥമുണ്ടായതായിട്ട് അല്ലാഹു ചൊല്ല് നിങ്ങൾ ഈ കല്ല് കുടിക്കരുത്
നിപ്പാട്ടാറായില്ലേതുള്ള ഈ ആയത്ത് ഇറങ്ങിയപ്പോഴേക്ക് അപ്പ മഹാനായ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു ചൊന്നു ഇൻതഹൈന പടച്ചറബ്ബേ പാട്ടിയ അയ്യോ ഇത് കറക്റ്റായ ഒരായത്ത് ഫിറ്റായ ഒരായത്തായിട്ട് ഞങ്ങളെല്ലാം നിപ്പാട്ടിയായി തന്നിട്ടായിട്ട് മഹാനായ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു അണ്ടത്തിനാൽ ഭാര്യ ഒരു കുസിയായി പോയിട്ട് ചെന്നിട്ടായിട്ട് മഹാനായ ഇമാം ബഗവി റളിയല്ലാഹു അൻഹു ഈ തഫ്സീർ വ്യാഖ്യാനാക്കിയിട്ട് പഠിപ്പാട്ട് അങ്ങനെ ഈ ടൈപ്പിലായിട്ട് കല്ല് ഹറാമായത്. അങ്ങനെ ഈ കല്ല് ഹറാമാവുന്നുള്ള കാരണവും മഹാനായ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു ആയിട്ട് ഒരു കാലത്തിൽ കല്ല് കെല്ലിട്ടായിട്ട് ഉമർ ഖത്താബായിട്ട് തന്നെയാണെങ്കിലും അതിന് വിരോധത്തെ വിഷയത്തിലും ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു ശക്തമായിട്ടും റബ്ബുരട്ടിക്ക് ദ്വാരുന്ന ഒരു ദ്വാവും ഇമാമിങ്ങ അങ്ങനെ തഫ്സീറിൽ വ്യാഖ്യാനാക്കിയിട്ട് കൊടുക്കുറാറ്. ഇൻഷാ അല്ലാഹ് ആ കല്ല് ഹറാമായാൽ പിന്നെ സ്വഹാബത്തിന്റെ നിലപാട് സ്വഹാബത്ത് ഏത് ടൈപ്പിലായിട്ട് കല്ലിട കണ്ടോണ്ടെന്ന് ചൊല്ലുന്നത് ഇൻഷാ അല്ലാഹ് നാളെ ചൊല്ല. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല മഹാനായ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു പിർസവിച്ചെങ്കിൽ നബിയുടെ ചൊല്ലുന്നു നന്റെ പിർസവിച്ച പോലെ ചൊല്ലിട്ടു ആ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു പിർസവിക്കറും ഞങ്ങൾ എല്ലാവർക്കും അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അങ്ങനെ ജീവന ശരിയ അങ്ങനെ ഈമാനിയത്ത് അങ്ങനെ സ്വഭാവത്തെ പഠിച്ചിട്ട് അതുപോലെ ഞങ്ങളെ സ്വഭാവമായിട്ട് മാറ്റം അല്ലാഹു നിങ്ങൾക്ക് എല്ലാവർക്കും തൗഫീഖ് തരട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.